എന്താണ് ഇസ്ലാമിൻ്റെ പ്രമാണം? ആ അടിസ്ഥാന പ്രമാണങ്ങളോടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സമീപനം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ അടിസ്ഥാന പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ പ്രഥമമായി വളരെ പ്രാധാന്യത്തോടു കൂടി മുജാഹിദ് പ്രസ്ഥാനം ബോധവൽക്കരണം നടത്തിയത് ഷിർക്കിനും കുഫറിനും ബിദഅത്തുകൾക്കുമെതിരെയാണ്. അഥവാ കൃത്യമായ ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രഥമ സ്ഥാനം നൽകിയിട്ടുള്ളത്. ആ ഒരു സമീപനം സ്വീകരിക്കാൻ കാരണം മറ്റൊന്നുമല്ല, അത് പ്രവാചകന്മാരുടെ ചര്യയാണ് എന്നതുകൊണ്ട് തന്നെയാണ്. സൂറത്തു അംബിയായിൽ അല്ലാഹ് സൂചിപ്പിച്ചു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചയച്ചിട്ടില്ല, അവർക്ക് ബോധനം നൽകിയിട്ടല്ലാതെ. എന്തായിരുന്നു അത്? ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നത്. അപ്പം ഈ സന്ദേശം കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തി. ഏകനായ പ്രപഞ്ച സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാധന എന്താണ് എന്ന് ചോദ്യം വരും. ആ ആരാധന പ്രാർത്ഥനയാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. വിശുദ്ധ ഖുർആൻ ആ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അഹ്ഖാഫിൽ 5-6 വചനങ്ങളിൽ 5-ാമത്തെ വചനത്തിൽ 2 പ്രാവശ്യം ദുആ എന്ന് പരിചയപ്പെടുത്തിയതിനെ 6-ാമത്തെ വചനത്തിൽ ഇബാദത്ത് എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. 2 പ്രാവശ്യം ദുആ പറഞ്ഞു. അതിനെ 6-ാമത്തെ വചനത്തിൽ ഇബാദത്ത് എന്നാണ് പരിചയപ്പെടുത്തിയത്. വൈദാ ഹുശിറന്നാസ് കാനൂ ലഹും അഅദാഅൻ വകാനൂ ബിഇബാദത്തിഹിം കാഫിരീൻ. അപ്പോൾ ദുആഉ ഹുവൽ ഇബാദ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ച് തരികയും ചെയ്തു. സൂറത്തു വചനത്തിലും ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബു ലക്കും. ആദ്യത്തിൽ ഉദ്ഉനി ദുആ ആണ് പരിചയപ്പെടുത്തുന്നത്. തുടർന്ന് ആയത്തിൻ്റെ അടുത്ത ഭാഗത്തിൽ അവിടെ ഇബാദത്തിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അസ്തജിബു ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അദ്ദുആഉ ഹുവൽ ഇബാദ. അപ്പോൾ പ്രാർത്ഥനയാണ് ആരാധന. പ്രാർത്ഥനയില്ലാത്ത ഒരു കാര്യവും ഇബാദത്തായി തീരുകയില്ല. ആ പ്രാർത്ഥന പടച്ചവനല്ലാത്തവരിലേക്ക് സമർപ്പിക്കരുത്. ആ പ്രാർത്ഥന പടച്ചവനല്ലാത്തവരിലേക്ക് സമർപ്പിച്ചാൽ ഉത്തരം ലഭിക്കുകയില്ല എന്ന് കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ തൗഹീദ് സമൂഹത്തിൻ്റെ മുമ്പിൽ കൃത്യമായി ഇബാദത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്തൊക്കെയുണ്ടോ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും അർത്ഥനകളുമെല്ലാം ഈ ഏകനായ റബ്ബിലേക്ക് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ തൗഹീദിൻ്റെ ഭാഗമായി നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു കാര്യം ഗൈബിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വാസികളുടെ ഗുണം പറഞ്ഞപ്പോൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാ. സൂറത്തു ബഖറയുടെ ആരംഭം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഗൈബ് അറിയുന്നവൻ അല്ലാഹു മാത്രമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. സൂറത്തു നംലിലെ 65-ാമത്തെ വചനം, ഖുൽ ലാ യഅലമു ഗൈബസ് സമാവാതി വൽ അർള് ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർള് അൽ ഗൈബ ഇല്ലല്ലാഹ്. പ്രവാചകരെ പറയുക, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ആരും അറിയുകയില്ല. അൽ ഗൈബ, ഗൈബിനെ. അപ്പോൾ ഗൈബിയായിട്ടുള്ള ഒന്നിനെ ആരും അറിയുകയില്ല. അതിൻ്റെ വിശദാംശങ്ങളോ മറ്റോ ആരും അറിയില്ല. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. അപ്പോൾ ഗൈബ് അറിയുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തി.
പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഗൈബ് അറിയുകയില്ല എന്ന് അവിടുന്ന് തന്നെ പറയുകയുണ്ടായി. പ്രവാചക അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം സൂറത്തു അഅറാഫിലെ 188-ാമത്തെ വചനം, ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ളറ ഇല്ലാ മാ ഷാ അല്ലാഹ് വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈരി വമാ മസ്സനിയ സൂ ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ. പ്രവാചകരെ പറയുക, എനിക്കു തന്നെ ഉപകാരത്തെയോ ഉപദ്രവത്തെയോ ഞാൻ ഉടമപ്പെടുത്തുന്നില്ല. ഇല്ലാ മാ ഷാ അല്ലാഹ്, പടച്ചവൻ ഉദ്ദേശിച്ചതിനപ്പുറം, പടച്ചവൻ്റെ തീരുമാനത്തിനപ്പുറം. എന്നിട്ട് പ്രവാചകനോട് പറയാൻ അല്ലാഹ് കൽപ്പിക്കുകയാണ്, പറയണം വലൗ കുന്തു അഅലമുൽ ഗൈബ, ഞാൻ ഗൈബ് അറിയുന്നവനായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, നന്മയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. വമാ മസ്സനിയ സൂ, ജീവിതത്തിൽ ഒരു പ്രയാസവും എന്നെ ബാധിക്കുമായിരുന്നില്ല. വമാ മസ്സനിയ സൂ, പിന്നെ ഞാൻ ആരാണ്? ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന സമൂഹത്തിന് സന്തോഷവാർത്ത അറിയിക്കുന്ന മുന്നറിയിപ്പ് നൽകുന്നവനാണ് ഞാൻ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഗൈബ് അറിയുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ തന്നെ പ്രഖ്യാപിക്കുന്നു റബ്ബിൻ്റെ കൽപ്പന പ്രകാരം. എന്നാൽ ചില പ്രവാചകന്മാർക്കൊക്കെ ഗൈബിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? വഹയ് മുഖേനയാണ് അറിയിച്ചു കൊടുത്തത്. അതും ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ജിന്നിലെ 26-27 വചനങ്ങൾ. അള്ളാഹുവിനു മാത്രമാണ് ഗൈബിയായിട്ടുള്ള അറിവുള്ളത്. വലാ യുൾഹിറു അലാ ഗൈബിഹി ഇല്ലാ മനിർതലാ മിർ റസൂൽ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ. ഗൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ഫലാ യുൾഹിറു അലാ ഗൈബിഹി അഹദ, അവൻ്റെ ആ ഗൈബിനെ അവൻ ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. ഇല്ലാ മനിർതലാ മിർ റസൂൽ, അള്ളാഹു ഇഷ്ടപ്പെട്ട ദൂതന്മാർക്കല്ലാതെ, റസൂലുകൾക്കല്ലാതെ. എങ്ങനെയാണത്? വഹയ് മുഖേന. ആ സമയത്ത് റബ്ബ് മുന്നിലും പിന്നിലുമൊക്കെ കാവൽക്കാരെ ഏർപ്പെടുത്തുമെന്ന്. അപ്പോൾ ഗൈബിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ വിശ്വസിക്കേണ്ടതുണ്ട് നമ്മൾ. ആ ഗൈബിയായിട്ടുള്ള വസ്തുക്കളെക്കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ അറിയുന്നവൻ റബ്ബ് മാത്രമാണ് എന്നാണ് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, ആ ഗൈബിയായിട്ടുള്ള കാര്യം അറിയണമെങ്കിൽ അള്ളാഹു വഹയ് മുഖേന അറിയിച്ചു കൊടുക്കണം. അത് അള്ളാഹ് ഇഷ്ടപ്പെട്ട ദൂതന്മാർക്ക് മാത്രമേ അറിയിച്ചു കൊടുക്കുകയുള്ളൂ എന്നും ഖുർആൻ ഖണ്ഡിതമായി എടുത്തു പറഞ്ഞു. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശങ്ങളെക്കുറിച്ച്, ആ തൗഹീദിനെക്കുറിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഊന്നിപ്പറഞ്ഞ കാര്യങ്ങളിൽ 2 കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ എടുത്തു നോക്കൂ നിങ്ങൾ. ഈ രീതിയിൽ യഥാർത്ഥ തൗഹീദ് സമൂഹത്തെ പഠിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ, പ്രത്യേകിച്ചും KNM മർക്കസു ദഅവക്കെതിരെ ഇന്ന് വിസ്ഡം ടീം ഉന്നയിക്കുന്ന വലിയ ആരോപണം, അവർ തൗഹീദിനെ തന്നെ അട്ടിമറിച്ചു എന്ന്. തൗഹീദിനെ എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? അട്ടിമറിച്ചു. എങ്ങനെയാണ് അവർ തൗഹീദിനെ അട്ടിമറിച്ചത്? നേരത്തെ പറഞ്ഞ യാ ഇബാദല്ലാഹ് അഅ്യുനി എന്ന് പറയുന്ന അങ്ങേറ്റം ദുർബലമായ ഹദീസിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി വിസ്ഡം വിഭാഗം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഉന്നയിച്ച പച്ചക്കളവാണ് മുജാഹിദ് പ്രസ്ഥാനം തൗഹീദിനെ അട്ടിമറിച്ചു എന്ന്. എന്നിട്ട് അതിന് ആരോപണത്തിന് അവർ പറഞ്ഞിട്ടുള്ളത് എന്താ അറിയോ? ജിന്ന് ഗൈബിയല്ല, ഗൈബിയാണ് എന്നെന്ത് ചെയ്തു? മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു. ഗൈബി എന്നാൽ അഭൗതികമാണ്, ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് KNM മർക്കസു ദഅവ പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു. അതിലൂടെ അവർ എന്തു ചെയ്യുന്നു? ഈ മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ തൗഹീദിനെ അവർ അട്ടിമറിച്ചു എന്നത്. യഥാർത്ഥത്തിൽ ആരാണ് തൗഹീദിനെ അട്ടിമറിച്ചത് എന്ന് നമുക്ക് കൃത്യമായി വഴിയെ സംസാരിക്കാം. നോക്കൂ നിങ്ങൾ, ജിന്നും മലക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൈബിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്താണ് മുജാഹിദ് പ്രസ്ഥാനം ആ മേഖലയിൽ സ്വീകരിച്ച നിലപാട് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം.
ഗൈബ് എന്താണ്, ഗൈബ് എന്താണ് എന്ന് ഉമർ മൗലവി അദ്ദേഹം വിശദീകരിക്കുന്നത് കേട്ടു നോക്കൂ നിങ്ങൾ. നാം എത്ര പരിശ്രമിച്ചാലും നമുക്ക് അറിയാത്ത വിഷയങ്ങളെ പറ്റിയാണ് അദൃശ്യം എന്ന് പറയുന്നത്. എത്ര ചിന്തിച്ചാലും പഠനവും ഗവേഷണവും നടത്തിയാലും ആ അദൃശ്യ കാര്യങ്ങൾ അറിയാനാവില്ല. അഭൗതിക അങ്ങനെയുള്ള ചില വിഷയങ്ങൾ വിശ്വസിക്കൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ശിലയാണ്. അള്ളാഹു, മലക്കുകൾ, പരലോകം, സ്വർഗം, നരകം, അത് രണ്ടിൻ്റെയും വിശദ രൂപങ്ങൾ മുതലായ കാര്യങ്ങൾ അവയിൽപ്പെട്ടതാണ്. നോക്കാം. അപ്പം എന്താണ് എന്ന് ഗൈബ് എന്താ? എത്ര നമ്മൾ ബുദ്ധി കൊടുത്താലോചിച്ചാലും നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയാലും ഏതൊക്കെ തലത്തിൽ നിരീക്ഷണങ്ങൾ നടത്തിയാലും മനസ്സിലാകാത്ത കാര്യം ഗൈബ്. ആ ഗൈബ് അറിയണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കണം. ഇനി നമുക്ക് ഗൈബിൽ വിശ്വസിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശ്യം അള്ളാഹുവിൻ്റെ സത്ത, മലക്കുകൾ, പരലോകം, വിചാരണ, സ്വർഗം, നരകം, ഖബറിലെ അനുഭവങ്ങൾ ആദിയായി ബാഹ്യേന്ദ്രിയങ്ങൾ വഴിയോ ആന്തരേന്ദ്രിയങ്ങൾ വഴിയോ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടോ സ്വയം കണ്ടെത്താൻ കഴിയാത്തതും വേദഗ്രന്ഥങ്ങളുടെയും പ്രവാചകന്മാരുടെയും പ്രസ്താവനകൾ കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്നതുമായ കാര്യങ്ങളാകുന്നു. ഇതിനാണ് ഗൈബ് എന്ന് പറയാ. സൂറത്തു ബഖറയിൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്നിടത്ത് അമാനി മൗലവി വിശദീകരിച്ച ഭാഗമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞു എന്നത്. ഇനി നോക്കൂ, സൂറത്തു ജിന്ന്. ആ സൂറത്തു ജിന്നിൻ്റെ തുടക്കത്തിൽ തന്നെ അമാനി മൗലവി വിശദീകരിച്ചൊരു ഭാഗം, സൂറത്തു ജിന്നിൻ്റെ തുടക്കം തന്നെ. ഈ അധ്യായത്തിൻ്റെ പേർ ജിന്ന് എന്നും ഇതിലെ പ്രത്യേക സംസാര വിഷയം ജിന്നുകളെ സംബന്ധിക്കുന്നതുമാകുന്നു. മലക്കുകളെപ്പോലെ തന്നെ നമ്മുടെ ദൃഷ്ടിക്ക് കാണാൻ കഴിയാത്ത ഒരു തരം ആത്മീയ ജീവികളത്രേ ജിന്നുവർഗം. മലക്കുകളുടെ ആവാസസ്ഥാനം ആകാശങ്ങളാകുന്നു. എന്നാൽ ജിന്നുകളാകട്ടെ ഭൂവാസികളാണ്. മനുഷ്യർ മണ്ണിനാലും ജിന്നുകൾ അഗ്നിയാലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് പ്രസ്താവിച്ചിരിക്കുന്നു. മലക്കുകൾ പ്രകാശത്താലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഹദീസിലും വന്നിട്ടുണ്ട്. മലക്കുകളെ സംബന്ധിച്ചെന്ന പോലെ ജിന്നുകളെക്കുറിച്ചും അള്ളാഹുവും അവൻ്റെ പ്രവാചകന്മാരും അറിയിച്ചു തന്നതല്ലാതെ കൂടുതൽ വിവരം നമുക്ക് അറിയുവാൻ സാധ്യം. അപ്പം മലക്കുകളെപ്പോലെ തന്നെ ഗൈബിയായിട്ടുള്ള സൃഷ്ടികളാണ് ആര്? ജിന്നുകളും. ആ ജിന്നുകളെക്കുറിച്ച് റബ്ബ് അറിയിച്ചു തന്നതല്ലാതെ എന്ത് ചെയ്യാൻ നമ്മൾക്കറിയാൻ പറ്റില്ല, പ്രവാചകന്മാരിലൂടെ അള്ളാഹ് അറിയിച്ചു തന്നതല്ലാതെ എന്ന്. അപ്പോൾ നോക്ക്, ഇനി ജിന്നുകൾ ഗൈബിയാണ് എന്ന് ഉമർ മൗലവിയും അതുപോലെ തന്നെ അമാനി മൗലവിയും ഒക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ജിന്നും ഷൈത്താനും എന്ന് പറയുന്ന ഒരു ഹഡിങ് തർജുമാനുൽ ഖുർആൻ എന്ന് പറയുന്ന ഉമർ മൗലവിയുടെ പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ ഗ്രന്ഥം പ്രവാചകന്മാരുടെയും വേദങ്ങളുടെയും മാർഗത്തിൽ നിന്ന് മനുഷ്യരെ തടയുകയും വഴിപിഴപ്പിക്കുകയും ചെയ്യുന്നതിനായി അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന അദൃശ്യ ലോകത്തിൽപ്പെട്ട ഇബിലീസിനെ പറ്റിയും അവൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അദൃശ്യ സൃഷ്ടികളായ ജിന്നു പിശാചുക്കളെ പറ്റിയും അവൻ്റെ ഉപദേശം അറിഞ്ഞും അറിയാതെയും സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യ പിശാചുക്കളെ പറ്റിയും ഖുർആനിൽ വളരെയധികം പ്രതിപാദിച്ചിട്ടുണ്ട്. ഉമർ മൗലവി അദ്ദേഹത്തിൻ്റെ ഇതെന്ന് പറയപ്പെടുന്ന തർജുമാനുൽ ഖുർആനിൻ്റെ മുഖവുരയിൽ പറയാണ്. വീണ്ടും സൂറത്തു ഫാത്തിഹയിലേക്ക് വന്നാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നു, മനുഷ്യനൊരു ജന്മശത്രുവുണ്ട്. അവനെ മനുഷ്യൻ ബാഹ്യനേത്രം കൊണ്ട് കാണുന്നില്ല. അവൻ അദൃശ്യ ലോകത്ത് ഗൈബിൽപ്പെട്ടവനാണ്. മനുഷ്യൻ അള്ളാഹുവിലേക്ക് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അത് തടസ്സപ്പെടുത്തുവാൻ നാനാവിധത്തിൽ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കേട്ടോ, ജിന്ന് ഗൈബിയാണ് എന്ന്. അതേ രീതിയിൽ അമാനി മൗലവി സൂറത്തു ഫാത്തിഹയിൽ
ഇസ്തിആദത്ത് വിശദീകരിക്കുന്നിടത്ത് വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തു അഅ്റാഫിലെ 27-ാമത്തെ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് നിങ്ങൾക്ക് അവരെ കാണുവാൻ സാധ്യമല്ല, അവർ ഒരു തരം അദൃശ്യ ജീവികളാകുന്നു, അതുകൊണ്ട് നിങ്ങൾ വളരെ കരുതലോടെ ഇരിക്കണമെന്നുദ്ദേശ്യം അമാനി മൗലവി വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ജിന്ന് പൂർണ്ണമായും ഗൈബിയാണ് എന്ന് പല മേഖലകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ഹിജ്റിൽ കാണാൻ സാധിക്കും, അള്ളാഹു, മലക്കുകൾ, ഷെയ്ത്താൻ ഇതെല്ലാം ഗൈബിയായ അദൃശ്യമായ അഭൗതികമായ കാര്യങ്ങളാണ്. അഭൗതികവും അദൃശ്യവുമായ കാര്യങ്ങളിലാണ് പഞ്ചേന്ദ്രിയങ്ങൾക്ക് പുറത്തുള്ളവ വിശ്വാസം വേണമെന്ന് പറയുന്നത്. ഇത് ഉമർ മൗലവിയുടെ പേരിലുള്ള തർജുമാനുൽ ഖുർആനിൽ സൂറത്തു ഹിജ്റിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ എടുത്തു നോക്ക് നിങ്ങൾ. അപ്പോൾ എന്താണ് ഗൈബ്, അതുപോലെ തന്നെ ജിന്ന് ഗൈബിയാണോ എന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ജിന്ന് ഗൈബിയാണ്. ഞാൻ ഗൈബിയായ ജിന്നിനെ കുറിച്ച്, മലക്കിനെ കുറിച്ച് ആരാ പറഞ്ഞു തരേണ്ടത്? ആ ഗൈബിനെ കുറിച്ച് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അല്ലാതെ മറ്റാരും എന്ത് ചെയ്യൂല, അതിനെക്കുറിച്ച് പറഞ്ഞു തരാനില്ല. ആ ജിന്നിനോട്, ഗൈബിയായ ആ ജിന്നിനോട് സഹായം തേടിയത് ആരായിരുന്നു? മക്കയിലെ മുശ്രിക്കുകളായിരുന്നു. സൂറത്തു ജിന്നിലെ 6-ാമത്തെ ആയത്തെടുത്ത് നോക്ക് നിങ്ങൾ. ഗൈബിയായ ജിന്നുകളോട് സഹായം തേടിയത് ആരായിരുന്നു? മക്കയിലെ മുശ്രിക്കുകളായിരുന്നു. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസ് യഊദൂന ബിരിജാലിൻ മിനൽ ജിന്ന് ഫസാദൂഹും റഹഖാ. സൂറത്തു ജിന്നിൽ 6-ാമത്തെ ആയത്ത് അല്ലേ? മനുഷ്യരിൽപ്പെട്ട ഒരു സംഘം ആളുകൾ ജിന്നുകളിൽപ്പെട്ട ഒരു സംഘം ആളുകളോട് സഹായം തേടി. അത് അവർക്ക് അഹങ്കാരം അല്ലെങ്കിൽ വിഡ്ഢിത്തം അധികരിപ്പിച്ചു എന്ന്. ഈ സഹായത്തേട്ടം ഷിർക്കാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. വിജനപ്രദേശത്തുകൂടെ പോകുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ ആ പ്രദേശത്തുള്ള ജിന്നുകളുടെ നേതാക്കളോട് ഞങ്ങൾ ഇതിലെ പോകുന്നുണ്ട്, ഉപദ്രവമൊന്നും വരുത്തി വെക്കരുത് എന്ന് സഹായം തേടിയിരുന്നു അത്രേ. ഗൈബിയായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗൈബിയായിട്ടുള്ള ജിന്നുകളോട് സഹായം തേടിയ മാതൃക മക്ക മുശ്രിക്കുകളുടേതാണ്. അതല്ലാതെ പരിശുദ്ധ ഖുർആനോ തിരുചര്യയോ നിങ്ങൾ പ്രയാസപ്പെടുമ്പം, കഷ്ടപ്പെടുമ്പം, വഴിയറിയാതെ ബുദ്ധിമുട്ടുമ്പോൾ ജിന്നുകളെ വിളിച്ചുകൊള്ളുക അല്ലെങ്കിൽ മലക്കുകളെ വിളിച്ചുകൊള്ളുക എന്ന് വിശുദ്ധ ഖുർആനോ തിരുചര്യയോ എന്ത് ചെയ്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല.